മന്ത്രി കെ പി ഗണേഷ് കുമാർ രാജിവെക്കണം ആവശ്യം പ്രതിപക്ഷം ശക്തിപ്പെടുന്നതിനിടയിൽ മന്ത്രിസഭാ യോഗം ചേരുകയായിരുന്നു. എന്ത് നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇപ്പോൾ അവസാനിച്ച ക്യാബിനറ്റ് യോഗത്തിൽ ഗണേഷ് കുമാർ വിവാദം ചർച്ചയായില്ല എന്നതാണ് മന്ത്രിസഭാ യോഗം അവസാനിക്കുമ്പോൾ വരുന്ന വിവരം. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, വിവരങ്ങൾ. കെ പി ഗണേഷ് കുമാറിന്റെ വിവാദം ക്യാബിനറ്റിൽ മന്ത്രിസഭയിൽ ചർച്ചയായില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗമായിരിക്കും ഒരുപക്ഷെ ഇത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദീർഘനേരത്തെ ചർച്ചകൾ ഉണ്ടായിരുന്നു, പക്ഷേ വിവാദ വിഷയം ക്യാബിനറ്റിന്റെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അമൽ, വിവരങ്ങൾ. മന്ത്രിസഭാ യോഗം അവസാനിച്ചു. മന്ത്രിസഭാ യോഗത്തിൽ കെ പി ഗണേഷ് കുമാർ വിവാദം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മന്ത്രിസഭയിൽ ഉന്നയിക്കും എന്ന സൂചന നേരത്തെ CPI മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഉന്നയിക്കപ്പെട്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനി കുറെ കൂടി വ്യക്തവരണം. പക്ഷേ ഈ വാദം മന്ത്രിസഭയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അവസാനിക്കുമ്പോൾ വരുന്ന വിവരം. തിരുവനന്തപുരത്ത് KSRTCയുടെ ഒരു നിയന്ത്രണത്തിൽ ഒരു ആശുപത്രി ഉദ്ഘാടനത്തിനകം അല്പസമയത്തിനകം നടക്കാനുമുണ്ട്. ആ പരിപാടിയിൽ കെ പി ഗണേഷ് കുമാർ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പങ്കെടുക്കും എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിവരം. ഇപ്പോൾ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മന്ത്രിമാർ പുറത്തേക്ക് വരുന്നു എന്താണ് സെക്രട്ടേറിയറ്റിലുള്ള പുതിയ ദൃശ്യങ്ങളിലുമൊക്കെ മനസ്സിലാകുന്നത്. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, മന്ത്രിസഭാ യോഗം അവസാനിച്ചിരിക്കുന്നു. ക്യാബിനറ്റിൽ ചർച്ചയായില്ല എന്നടക്കം എന്തൊക്കെ വിവരങ്ങൾ? യതീഷ, കെ പി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങൾ ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ചയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ ചർച്ചയിലേക്ക് കടന്നില്ല. CPI മന്ത്രിമാരടക്കം ഈ വിഷയം ഉന്നയിക്കും എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വിഷയം ഉയർന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സെക്രട്ടറിയിൽ കാണുന്നത്. മുഖ്യമന്ത്രി അകത്തേക്ക് പോകുന്നതിന്റെ ഒരു ദൃശ്യം കാണുന്നുണ്ട്. ഇത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം അകത്തേക്ക് പോവുകയാണോ? തുടർന്നോളൂ അമൽ. മറ്റു ചില പരിപാടികൾ കൂടി ഇന്നുണ്ട്. മുഖ്യമന്ത്രി പുറത്തേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മുഖ്യമന്ത്രിയുടെ വാഹനം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഈ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കെ പി ഗണേഷ് കുമാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയങ്ങൾക്കകം ഗണേഷ് കുമാർ ഈ ട്രാൻസ്പോർട്ട് ഭവന്റെ പരിസരത്തുള്ള ഒരു ആശുപത്രിയുണ്ട്. അത് KSRTCയുടെ കീഴിലുള്ള ആശുപത്രിയാണ്. ആശുപത്രി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കെ പി ഗണേഷ് കുമാറാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ വിഷയത്തിൽ ഇന്നലത്തെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വിശദമായ പ്രതികരണം ഇന്നുണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ കെ പി ഗണേഷ് കുമാറിന് രാജിയില്ല എന്നുള്ള ഒരു തീരുമാനം നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഈ വിഷയത്തിൽ അത്തരത്തിലൊരു സമ്മർദ്ദം ഗണേഷ് കുമാറിന് മേൽ ഉണ്ടാകുന്നില്ല. അതൊരു കുടുംബ പ്രശ്നമാണ്. ആ പ്രശ്നം അവർ തന്നെ സംസാരിച്ച് തീർത്തു എന്നുള്ള നിലയിലാണ് ഇടപെടലുണ്ടാകുന്നില്ല. കെ പി ഗണേഷ് കുമാർ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പുറത്തേക്ക് വരികയാണ്. വിവാദത്തിൽ തൽക്കാലത്തേക്ക് ആശ്വാസം എന്ന സൂചനകൾ പുറത്തുവരുന്നു. മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്തില്ല എന്നാണ് ഇപ്പോൾ അമൽ തേനമ്പറമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ സ്പീക്കർ AN ഷംസീറിന്റെ പ്രതികരണത്തിലും ഇനി തുടർ നടപടികളുടെ കാര്യമില്ല, ആ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്ന സ്വരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇപ്പോൾ മന്ത്രി കെ പി ഗണേഷ് കുമാർ പുറത്തേക്ക് വരുന്നു. അമൽ, തുടരാം. നേരെ ഇനി KSRTCയുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രി ഉദ്ഘാടന ചടങ്ങിലേക്കല്ലേ? ഇവിടെ നിന്നും നേരെ കിഴക്കേക്കോട്ടയിലേക്കാണ്. കിഴക്കേക്കോട്ടയിൽ കെ പി ഗണേഷ് കുമാർ ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ വാളകത്തെ വീട്ടിൽ നിന്നും കെ പി ഗണേഷ് കുമാർ ഇറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അവിടെ സംസാരിക്കാൻ ഗണേഷ് കുമാർ തയ്യാറായില്ല. ഇന്നലെ വിശദമായി തന്നെ പ്രതികരിച്ചു പോയതാണ്. ഇന്നലത്തെ പ്രതികരണമൊക്കെ കെ പി ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം അല്പം അതിരുകടന്ന് പോയി എന്നുള്ള വിമർശനം മുന്നണിയിൽ നിന്ന് തന്നെ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഗണേഷ് കുമാർ പ്രധാനപ്പെട്ട ഇടത് നേതാക്കളെല്ലാം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എല്ലാവരോടും സംസാരിച്ചിരുന്നു. CPI നേതാക്കളോടടക്കം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ബിന്ദുവുമായി ഗണേഷ് കുമാർ സംസാരിക്കുന്നത്. ബിന്ദുവിൻ്റെ സഹോദരിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ബിന്ദുവുമായി സംസാരിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു. അങ്ങനെ ഇരുവരും തമ്മിൽ സംസാരിച്ച് ഈ പ്രശ്നത്തിലൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. കെ പി ഗണേഷ് കുമാർ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ഭാര്യയോട് ക്ഷമ ചോദിച്ചു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരം. അങ്ങനെ ആ ക്ഷമ ചോദിക്കലിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ളതാണ് ഇടത് ക്യാമ്പും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇനി ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ്. ക്യാബിനറ്റിൽ ഈ വിഷയം ഉയർന്നു വരുമോ എന്നുള്ളതായിരുന്നു അറിയേണ്ടിയിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ക്യാബിനറ്റിൽ വിഷയം ചർച്ചയായില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുമായി കെ പി ഗണേഷ് കുമാർ സംസാരിച്ചു എന്നും ഇല്ല എന്നുള്ള ചില തരത്തിലുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്തതിനാൽ നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയോട് ഗണേഷ് കുമാർ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു കൂടിക്കാഴ്ച കൂടി അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ വിവാദം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം. ഇതിനുശേഷം
ഗണേഷ് കുമാർ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ? ഈ KSRTCയുടെ ബസ് ആശുപത്രി ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന തരത്തിൽ ചില പോസ്റ്ററുകളും മറ്റും പ്രചരിച്ചിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമൻ ഷജീറിനോടക്കം സംസാരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു പ്രതിഷേധത്തിനുള്ള ആഹ്വാനമില്ല എന്നുള്ളതാണ്, തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു പ്രതിഷേധത്തിന് ആഹ്വാനമില്ല എന്നുള്ളതാണ് ഷജീർ അടക്കം വ്യക്തമാക്കുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ട് എങ്കിൽ അത് അറിയിക്കാം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ പ്രതിഷേധമില്ല എന്ന് പറയുമ്പോഴും അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വലിയ സുരക്ഷയാണ് ഇപ്പോൾ. മന്ത്രി KB ഗണേഷ് കുമാറിന് ആശ്വാസം എന്ന നിലയിലാണ് ഇപ്പോൾ വാർത്തകൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. മന്ത്രിസഭാ യോഗം വിവാദ വിഷയം ചർച്ച ചെയ്തില്ല, രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് LDF നേതൃത്വം CPM എത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ നടപടികൾ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തി എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ആശ്വാസത്തോടുകൂടി ചിരിച്ചുകൊണ്ട് KB ഗണേഷ് കുമാർ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പുറത്തേക്ക് ഔദ്യോഗിക വാഹനത്തിലേക്ക് കയറി പോയിരിക്കുന്നു. ഇനിയൊരു പരിപാടി തിരുവനന്തപുരത്തുണ്ട്. ആശുപത്രി ഉദ്ഘാടന ചടങ്ങാണ്. KSRTCയുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രി ഉദ്ഘാടന ചടങ്ങ് കിഴക്കേക്കോട്ടയിലാണ്. അല്പസമയത്തിനകം, വളരെ അടുത്താണ്, 5 മിനിറ്റ് ദൂരത്തിൽ എത്താൻ കഴിയുന്ന ദൂരമേ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ളൂ. അവിടേക്ക് എത്തും. അവിടെ വെച്ച് കൂടുതൽ പ്രതികരണങ്ങൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ KB ഗണേഷ് കുമാറിനോട് ഇക്കാര്യത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യം പ്രതിപക്ഷം അതിനിടയിൽ ശക്തമാക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തുതീർപ്പാകുന്നത് നല്ലത് തന്നെ. പക്ഷേ ഒത്തുതീർപ്പായി എന്നതുകൊണ്ട് ഒരു മന്ത്രിയുടെ അവസ്ഥയിൽ സംഭവിച്ചത്, അവിടെ നിന്ന് പോലീസ് സഹായം അഭ്യർത്ഥിച്ചത്, അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിലേക്ക് വന്നത്, അക്കാര്യത്തിൽ നിയമപരമായ നടപടി ആവശ്യമാണ്. ധാർമ്മികത കൂടി പരിഗണിച്ചുകൊണ്ട് മന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടണം എന്നാണ് പ്രതിപക്ഷ നിലപാട്. രാവിലെ മുതൽ പത്തനാപുരത്ത്, ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ, രാവിലെ മുതൽ പത്തനാപുരത്ത് പ്രതിഷേധങ്ങൾ തുടരുകയാണ്. അത് UDFന്റെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി പത്തനാപുരത്ത് MLA ഓഫീസിന് സമീപത്ത് തുടരുകയാണ്. അവിടെ ബാരിക്കേഡിന് മുകളിൽ ഉൾപ്പെടെ കയറി പ്രതിഷേധിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. അങ്ങനെ വലിയ പ്രതിഷേധം, രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നിയമപരമായി നടപടി സ്വീകരിക്കേണ്ട ബാധ്യത സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുന്നു. അതിനിടയിലാണ് വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്തില്ല. അല്പം മുമ്പാണ് മന്ത്രിസഭാ യോഗം സമാപിച്ചത്. KB ഗണേഷ് കുമാർ പുറത്തേക്ക് വന്നു. ഔദ്യോഗിക വാഹനത്തിൽ പുറത്തേക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇരിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.